എല്ലാവർക്കും ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും ഇപ്പൊ പാട്ട്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പൊ മിണ്ടി തുടങ്ങാനുള്ള പോയൊന്ന് വായിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതുമമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷ താൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഓക്കെ, അപ്പൊ വള്ളത്തോളിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആധുനിക കവിത്രയങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോ ആശാൻ, ഉള്ളൂർ, വള്ളത്തോളാണ് ആധുനിക കവിത്രയങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അവരെ കുറിച്ചൊക്കെ നമ്മൾ എഴുതിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ വള്ളത്തോളിന്റെ വരികളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? എന്താണ്? എന്റെ ഭാഷ. അപ്പോ മാതൃഭാഷയുടെ എന്താണ് മഹാത്മ്യത്തെ കുറിച്ചാണ് കവിയുടെ പറയുന്നത്. ഓക്കെ, അപ്പൊ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. എന്താ പറഞ്ഞത്? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിൽ എന്ന് പറഞ്ഞാരാ? കുഞ്ഞു മക്കൾ പോലും എന്താണ് പറയുക? ആദ്യം അമ്മിഞ്ഞം പാലോടൊപ്പം അവർക്ക് എന്താ കിട്ടുന്നത്? അമ്മ എന്നുള്ള രണ്ടക്ഷരം. അമ്മ എന്നുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ അമ്മേ എന്നാണല്ലേ ആ കുഞ്ഞുങ്ങളെ ആദ്യം വിളിക്കുക അല്ലെ? നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് അവര് ആദ്യം സംസാരിക്കുന്നത് അല്ലെ? ഏത് സ്ഥലത്താണ് നമ്മൾ വളരുന്നതനുസരിച്ചായിരിക്കും മാതൃഭാഷയും തീരുമാനിക്കുന്നത് അല്ലെ? അപ്പൊ ചിലപ്പോ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ജനിച്ച കുട്ടികള് എന്തായിരിക്കും സംസാരിക്കുക? തമിഴായിരിക്കും വിളിക്കുക അല്ലെ? എന്തെങ്കിലും. ഓക്കെ, ഇപ്പം പുറത്ത് വിദേശത്തൊക്കെ ജനിച്ച കുട്ടികൾ ചിലപ്പം മമ്മി, പപ്പ അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുക അല്ലെ? അപ്പൊ നമുക്കറിയില്ല. അപ്പൊ അമ്മേ എന്നുള്ള രണ്ടക്ഷരം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ മാതൃഭാഷയുടെ മഹത്വത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോ എങ്ങനെയാണ്? അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയിൽ നിന്ന് ആദ്യം വിളിക്കുന്നവർ അമ്മേ എന്ന വാക്ക് തന്നെയായിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ മിണ്ടി തുടങ്ങുന്ന പിഞ്ചു കുഞ്ഞിന്റെ ഇളഞ്ചുണ്ടിൽ എന്താ ഉണ്ടാവുക? അമ്മിഞ്ഞപ്പാലോടൊപ്പം ആദ്യമായി അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് സമ്മേളിക്കുന്നത്, വന്നു ചേരുന്നത് അല്ലെ? അതാണ് അതിൽ പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. ആരെ ധാത്രി? വളർത്തമ്മ അല്ലെ? എന്താണ് നമ്മളെ പെറ്റമ്മയെ പോലെ ആവാൻ പറ്റില്ല അല്ലെ? 100 വളർത്തമ്മ ഉണ്ടെങ്കിലും ഒരിക്കലും പെറ്റമ്മയെ പോലെ ആവാൻ പറ്റില്ല എന്നാണ് പറയുക അല്ലെ? എന്തായാലും പെറ്റമ്മ പെറ്റമ്മയും പോറ്റമ്മ പോറ്റമ്മയും ആയിരിക്കും അല്ലെ? എന്താണ് നമ്മുടെ സ്വന്തം പെറ്റമ്മയെ പോലെ വരുവോ മറ്റുള്ള അമ്മമാര്? ഒരിക്കലും ഇല്ല അല്ലെ? അവര് എന്ത് സ്നേഹിച്ചാലും നമുക്ക് അങ്ങനെ അനുഭവപ്പെടില്ല. അതുപോലെയാണ് ഇത്. മറ്റുള്ള ഭാഷകള് കേവലം ധാത്രിമാരാണ്. ഇങ്ങനെ വളർത്തമ്മയായിരിക്കും ആ കുട്ടിക്ക് അല്ലെ? അതുപോലെയാണ് നമുക്ക് മറ്റുള്ള ഭാഷകള് എന്നാണ് പറയുന്നത് അല്ലെ? നമ്മുടെ സ്വന്തം അമ്മയെ പോലെ ആവില്ല എന്നാണ്. പിന്നെന്താ പറഞ്ഞേ? ഇപ്പൊ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മർത്യന് ഏതാണ്? മനുഷ്യന് പെറ്റമ്മ തന്റെ ഭാഷ തന്നെയാണ്, മാതൃഭാഷയാണ് എന്നാ പറഞ്ഞത്. പിന്നെന്താ പറയുന്നത് അടുത്തതില്? മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ദുഗ്ധം. ദുഗ്ധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഗ്ധം എന്താ അർത്ഥം? പാൽ. ഓക്കെ, പാല്. മാതാവിന്റെ വാത്സല്യ ദുഗ്ധം നുകർന്നിട്ടാണ് എന്ത്? പൈതങ്ങള്, കുട്ടികള് പൂർണ്ണ വളർച്ച നേടുന്നത് അല്ലെ? നമ്മൾ അമ്മിഞ്ഞ കുടിച്ചിട്ടല്ലേ വളരുന്നത്? അതാണ് പറയുന്നത്. അതുപോലെ എന്താണ്?
അത് മാത്രമല്ല, എങ്ങനെയാ മാതാവിന്റെ വാത്സല്യം എന്ന് പറഞ്ഞാല് പൈതങ്ങള് കുട്ടികള് പൂർണ്ണ വളർച്ച നേടൂ എന്ന് പറഞ്ഞു. അതുപോലെ അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നും അല്ലേ. നമുക്ക് അമ്മ തരുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ? അമ്മ തരുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവാറുണ്ടോ? അല്ല മിസ് വെറുതെ ഇതിൽ പറയുന്നത് പറഞ്ഞ മതിയാ. അമ്മ വളർത്തി തരുന്നതിന് നിങ്ങൾക്ക് പ്രത്യേക രുചി ഉണ്ടാവാറുണ്ടോ? ഉണ്ട് അല്ലേ? ശ്രീദേവിനുണ്ടോ? ശ്രീദേവി ഇങ്ങനെ എന്നോട് കൈയാക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അമ്മ തരുമ്പോ അതിന് എന്ത് ഭക്ഷണം ആയിക്കോട്ടെ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും അല്ലേ. നമ്മളെ എങ്ങനെയാ തരുന്നത്? അവര് വാത്സല്യത്തോടെ ആയിരിക്കും തരുക, സ്നേഹത്തോടെ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാലും അത് സ്നേഹത്തോടെ തരുന്നതിന് നമുക്ക് രുചി ഏറും. അതാ പറഞ്ഞത്, അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ എന്തുണ്ടാവും? നമുക്ക് നമ്മൾക്ക് അമൃത് പോലും അമൃതായി തോന്നും അല്ലെ. അപ്പൊ അമ്മ തരുന്ന ഭക്ഷണത്തിന് പ്രത്യേക രുചി, പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നർത്ഥം അല്ലെ. പിന്നെന്താ പറഞ്ഞേ? ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും. ഏതൊക്കെയാണ്? ഏതൊരു വേദവും, പിന്നെയോ ശാസ്ത്രം, പിന്നെ കാവ്യം. ഇതൊക്കെ ഏതൊരാൾക്കും ഹൃത്തിൽ, മനസ്സിൽ, ഹൃത്ത് മനസ്സ്, ഹൃത്തില് പതിയണമെങ്കില് എങ്ങനെ? സ്വഭാഷതാൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം അല്ലേ. നമ്മളെ സ്വഭാഷയിൽ, നമുക്ക് നല്ലപോലെ അറിയുന്ന ഭാഷയിൽ നമുക്കത് കേട്ടു കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ അത് മനസ്സിൽ പതിയും അല്ലെ. നമുക്കത് ബൈഹേർട്ടാവും. അപ്പോ നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ നമുക്ക് ഏത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും അത് നമുക്ക് വേഗം പതിയും മനസ്സിൽ എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെന്താ പറഞ്ഞേ? ഹൃത്ത് മനസ്സ് എന്നാണ് അർത്ഥം. അപ്പൊ സ്വഭാഷയിൽ കേൾക്കണം, അതായത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ കേൾക്കണം. പിന്നെന്താ പറയുന്നത്? വക്ത്രത്തിന്, വക്രം എന്താണ്? മുഖം. ഓക്കെ, വക്രം മുഖം. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. ചിത്തതാര് എന്താർത്ഥം? ചിത്തതാര്, ചിത്തതാര്. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മനസ്സല്ലേ ചിത്തം. ചിത്തം പറഞ്ഞ എന്താ അർത്ഥം? മനസ്സ്. താരാണ് പൂവ്, താര് മാത്രം ആണെങ്കിലാണ് പൂവ് അല്ലേ. അപ്പോ മനസ്സിൽ പതിയേണ്ട കാര്യം പറഞ്ഞ ഹൃത്ത്, ചിത്തം, മനസ്സ്, ഇതൊക്കെ ഒരർത്ഥാണ്. താര്, പൂവ്. ഹൃദ്യം സ്വഭാഷതാൻ ശീകരം. ശീകരം എന്താ അർത്ഥം? ശീകരം ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ശീകരം മനോഹരാണോ? അല്ല, വെള്ളത്തുള്ളി. ശീകരം വെള്ളത്തുള്ളിയല്ലേ ശീകരം. എന്താണ് ഇന്നല്ല, എല്ലാം തെറ്റാണല്ലോ ആവർത്തിക്കുന്നത് അല്ലേ അല്ല കുട്ടി? ഓക്കെ, ശീകരം വെള്ളത്തുള്ളിയാണ് അല്ലെ. ശീകരം ഓരോന്നും. ഹൃദ്യം, ഹൃദ്യം എന്താണ് അർത്ഥം? മനോഹരം. ഹൃദ്യമാണ് മനോഹരം. അപ്പൊ ഹൃദ്യവും ഹൃത്തും രണ്ടും ശ്രദ്ധിക്കണേ. ഹൃത്ത് മനസ്സ്, ഹൃദ്യം മനോഹരം അല്ലെ. അപ്പൊ ഹൃദ്യമാണ് മനോഹരെ, ശീകരം വെള്ളത്തുള്ളി. ഓക്കെ, ഹൃദ്യം സ്വഭാഷതാൻ ശീകരം ഓരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അല്ലെ. നമുക്കത് മനോഹരമായിട്ട് എന്ത് ചെയ്യും? വെള്ളത്തുള്ളിക പോലെ ഇത് മനസ്സിലാവുന്നു പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? അന്യബിന്ദുക്കളോ തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. അപ്പൊ അന്യബിന്ദുക്കളോ, അന്യഭാഷകൾ എങ്ങനെയാണ്? ഭിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകളെ പോലെ ആവുന്നത് അല്ലെ. ഹൃദയത്തില് ഏതാണ്? നമുക്ക് മാതൃഭാഷയിൽ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വേഗം ഹൃത്തിൽ പതിയും എന്ന് പറഞ്ഞു. അടുത്ത എന്താ പറഞ്ഞേ? സ്വന്തം ഭാഷയിലെ വാക്കുകൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയായി ചേരും? തേനായി ചേരുകയും മറ്റുള്ളവ പുറത്തേക്ക് വരുന്ന തൂമുത്തുകൾ മാത്രമാണ് എന്ന് പറഞ്ഞത്. തേൻ എങ്ങനെയാ? നമുക്ക് നല്ല രുചിയോടെ നമ്മൾ കഴിക്കും അല്ലെ തേൻ അല്ലേ. ഓക്കെ, ആരാണ് ഒരാള് അൺമ്യൂട്ട് ആയിട്ടുള്ളത്? സൗണ്ട് വരുന്നത്. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ നമ്മുടെ ഭാഷകൾ നമുക്ക് സ്വന്തം ഭാഷയിലാണെങ്കിൽ അത് നമുക്ക് തേനായി നമ്മുടെ മനസ്സിലേക്ക് ചേരുകയും പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവ പുറത്തേക്ക് വരുന്ന തൂമുത്തുകളും മാത്രമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? മിണ്ടിത്തുടങ്ങുന്ന പിഞ്ചു കുഞ്ഞിന്റെ ഇളഞ്ചുണ്ടില്
അമ്മിഞ്ഞ പാലോടൊപ്പം തന്നെ ആദ്യമായി എന്തുണ്ടാവും? അമ്മ എന്നുള്ള അക്ഷരമാണ് സമ്മേളിക്കുന്നത് എന്ന് പറയും. പിന്നെന്താ പറയുന്നത്? അതുപോലെ മറ്റുള്ള ഭാഷകളെല്ലാം മനുഷ്യന് ദാസിയും, അതായത് മനുഷ്യന് ദാസിയും മാതൃഭാഷ പെറ്റമ്മയുമാണ്. മറ്റുള്ള ഭാഷകളൊക്കെ വളർത്തമ്മയും മാതൃഭാഷയോ പെറ്റമ്മയുമാണ് എന്ന് പറയും. പിന്നെന്താ പറയുന്നത്? അമ്മയുടെ സ്നേഹ വാത്സല്യം നുകർന്നാലേ പൈതങ്ങൾ എന്ത് ചെയ്യൂ? പൂർണ്ണ വളർച്ച നേടും അല്ലെ? അമ്മയുടെ സ്നേഹ വാത്സ്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് നമ്മള് വലിയ മക്കളായി മാറുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് മാതൃഭാഷയെ നമ്മൾ കാണേണ്ടത്. അമ്മയെ, നമ്മുടെ സ്വന്തം അമ്മയെ എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ മാതൃഭാഷയെയും സ്നേഹിക്കണം. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? അമ്മയുടെ കയ്യാൽ വിളമ്പിത്തരുമ്പോഴേ മക്കൾക്ക് എന്തും അമൃതായി തോന്നൂലു അല്ലെ? അത് നല്ലൊരു രുചി തോന്നണമെങ്കിൽ അത് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടണം അല്ലെ? പിന്നെന്താ പറഞ്ഞ? അതുപോലെ ഏത് വേദവും ശാസ്ത്രവും കവിതയും ഒക്കെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നമുക്ക് ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പതിയണമെങ്കിൽ എന്ത് വേണം? അത് സ്വഭാഷയിൽ, മാതൃഭാഷയിൽ തന്നെ നമുക്ക് കേൾക്കണം അല്ലെ? അപ്പൊ അത് നമുക്ക് ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പതിയും. പിന്നെന്താ പറഞ്ഞത്? സ്വന്തം ഭാഷയിലുള്ള വാക്കുകൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തില് തേനായി ചേരുകയും മറ്റുള്ള ഭാഷകൾ എങ്ങനെയാ? പുറത്തേക്ക് വരുന്ന തൂമുത്തുകളും മാത്രമാണ് എന്നാണ് കവി പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ മാതൃഭാഷ മഹനീയമാണ്, മഹത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? അതുപോലെ തന്നെ മാതാവിനെ പോലെ നമ്മുടെ സ്വന്തം പെറ്റമ്മയെ എങ്ങനെ എത്രമേൽ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ മാതൃഭാഷയെയും സ്നേഹിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും നമ്മുടെ സ്വന്തം തന്നെയാണ്, മറ്റുള്ളവയൊക്കെ എങ്ങനെയാ? വളർത്തമ്മയെ പോലെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് എന്റെ ഭാഷ എന്ന ഈ പോയം നിങ്ങൾക്ക് മനസ്സിലായോ? പാട്ടെല്ലാം ബൈഹാട്ടായി. ഓക്കെ, പാട്ടെല്ലാം കുറെയൊക്കെ ബൈഹാട്ടായി പോയം അല്ലെ? കുറെ പേര് എനിക്ക് ഇങ്ങനെ വീഡിയോ എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പാടിയത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ പോയം? യെസ്. ഓക്കെ, അപ്പൊ മിസ് ഒന്നുകൂടി അത് വായിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വായിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസേ പറഞ്ഞത് നിങ്ങൾ നല്ലതുപോലെ വായിച്ചിട്ട് വരണമെന്ന് അല്ലെ? നമ്മളിപ്പോ ഇതിൽ കേൾക്കുമ്പോ എങ്ങനെ നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് അറിയാലോ നമുക്ക് അല്ലെ? ഓക്കെ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതുമമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷ താൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷ താൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഇപ്പൊ വള്ളത്തോളിന്റെ അതിമനോഹരമായ ഒരു കവിതയാണ്, പോയമാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആരാണ് ഇന്ന് ആദ്യമായിട്ടൊന്ന് വായിക്കുന്നത്? എല്ലാവർക്കും മിസ് അവസരം തരും. ഓക്കെ, അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം അല്ലെ? മിസ്സിന്റെ സ്ക്രീനിൽ കാണുന്നില്ല, ഞാൻ ഫസ്റ്റ് മുതൽ തുടങ്ങാം. ആദിദേവ്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യം ദുഗ്ധം നുകർന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതായി തോന്നൂ.
ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. കൃത്യം ഭാഷതൻ ശീകരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യ ബിന്ദുക്കളോ തൽബഹിർഭാഗത്തിൽ മിന്നിച്ചു നിൽക്കുന്ന മുത്തുകൾ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഫാത്തിമ മെഹഫൂസ് എഴുത്. ഓക്കെ, ഫാത്തിമ മെഹഫൂസ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്നു പിഞ്ചിളം ചുണ്ടിന്മേലം മിന്നപ്പാലോടൊപ്പം. അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മാർത്തിഞ്ഞു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നൽകുന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതമായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദം സ്വഭാഷതൻ ശീകരമോരോന്നു മുഷ്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യ ബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്നു തൂമുത്തുകൾ. ഓക്കെ, നെക്സ്റ്റ് ദേവാഞ്ജനം. പാഠം 1. എന്റെ ഭാഷ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിടം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം. അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതമായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. കൃത്യം സ്വഭാഷതൻ ശിഖരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യ ബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്നു തൂമുത്തുകൾ. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റി സിൻഡോ. പാഠം 1. എന്റെ ഭാഷ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം. അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ തൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതായി തോന്നും. ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യം ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷതൻ ശ്രീകരം ഓരോന്നും മുൾത്തേനായി ചേരുന്ന അന്യബന്ധുക്കളും
ഭിന്നിച്ചു ഭിന്നിച്ചു നിൽക്കുന്ന നിൽക്കുന്ന തൂമുത്തുകൾ. തൂമുത്തുകൾ. ഓക്കെ, നെക്സ്റ്റ് അമേയ. പാഠം 1 എന്റെ ഭാഷ. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിലം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ പത്യന്നു പെറ്റമ്മ തൻ ഭാഷ തൻ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതമായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃദിൽ പതിയണമെങ്കിൽ സ്വഭാഷ തൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷ തൻ ശീകരമൊരു മുൾത്തേനായി ചേരുന്നു ചിത്തധാരിൽ. അന്യ ബിന്ദുക്കളോ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഓക്കെ, നെക്സ്റ്റ് സൂര്യദേവ്. എല്ലാരും നല്ലപോലെ വായിക്കുന്നുണ്ടേ. അപ്പൊ വായിച്ചിട്ടുണ്ട് എല്ലാവരും. സൂര്യദേവേ കേൾക്കുന്നില്ലല്ലോ. ആ, കുറച്ചിരിക്കുന്നതിന് കുറച്ചെന്തോ ഉണ്ട്, കേൾക്കുന്നില്ല. ആ, വായിച്ചു. പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരം അല്ലയോ സമ്മേളിച്ചിടുന്നതോ മതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തന്യം പെറ്റമ്മ താൻ ഭാഷ താൻ മാതാവിൽ വാത്സല്യം ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോൾ നമ്മൾക്കായി തോന്നും. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷ താൻ വക്കത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദയം സ്വഭാഷ താൻ ഓരോന്ന് ഉൾത്തേനായി ചേരുന്നു ചിത്തധാരിൽ. അന്നബിന്ദുക്കളോ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. നെക്സ്റ്റ് സേറ റോസ്. പാഠം 1 എന്റെ ഭാഷ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മറ്റേത് പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യം ദുഗന്ധം നിറന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോൾ നമുക്ക് അമൃതമായി തോന്നും. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യം ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷ തൻ വക്രത്തിൽ നിന്നു കേൾക്ക വേണം. കൃത്യം സ്വഭാഷ തൻ ശീകരമോരോന്നും മുൾത്തേനായി ചേരുന്നു ചിത്രധാരിൽ. അന്യബന്ധുക്കളോ തൻവർഗിൽ ഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഓക്കെ സേറ, വായിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ. ആൻഡ്രോസ് പ്രിൻസ്. പാഠം 1 എന്റെ ഭാഷ. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ പറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ ദുഗ്ധം നിറഞ്ഞാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ.
അമ്മ തന്നെ മറന്നു തരുമ്പോൾ നമ്മൾക്ക് മൃദുമായി തോന്നും. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യം ഏതൊരാൾക്കും ഹൃദ്യം പതിയണമെങ്കിൽ സുഭാഷിതൻ വക്രത്തിൽ നിന്ന് ഞാൻ കേൾക്ക വേണം. ഹൃദ്യം സുഭാഷിതൻ ശിഖിരവും മൂരുന്നു മുഴുത്തനായി ചേരുന്നു ചിത്തതാരിൽ അന്യ ബിന്ദുക്കളോ തൻ ബഹുഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഓക്കെ, നെക്സ്റ്റ് ആരോൺ. മിണ്ടിക്ക് തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടുമേൽ അമ്മഞ്ഞി പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യം ദുഃഖം നുകർന്നാലോ വേദങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് മൃദായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സുഭാഷിതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സുഭാഷിതൻ ശിഖരമോരോന്നു മുഴുത്തേന ചേരുന്നു ചിത്തത്താരിൽ അന്യ ബിന്ദുക്കളോ തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഓക്കെ, നിഹാൽ അടുത്തത്. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതായി. മറ്റുള്ള ഭാഷകൾ കേവലം മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ വേദങ്ങൾ പൂർണ്ണ വളർച്ച നേടും. അമ്മ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതമായി തോന്നും. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരു കാൽക്കും പതിയണമെങ്കിൽ സുഭാഷിതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഇത്രയും സുഭാഷിതൻ ശ്രീകരം വരുന്നൊരു ഉൾനായി ചേരുന്ന ചിത്രതാരിൽ അന്യ ബന്ധുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഓക്കെ, നെക്സ്റ്റ് ഷെഫി ഷാജൻ. ഭാഷ മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യം ദുഃഖം നുകർന്നല്ലോ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതമായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യമുതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സുഭാഷിതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സുഭാഷിതൻ ശിഖരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരി അന്യ ബന്ധുക്കളോ തൻ ബഹിർഭാഗമോ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഓക്കെ, അതിനു മുമ്പേ ഞാൻ വായിപ്പിക്കാം. നമ്മുടെ അടുത്ത അക്ഷരദീപത്തിലെ അടുത്ത പേജ് അടുത്ത ദിവസത്തേക്ക് എഴുതണേ. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ അത് എഴുതണം കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ അടുത്ത പേജ് എഴുതണം. പിന്നെ ഒരു കാര്യം കൂടി. ഓക്കെ, ബുക്ക് കിട്ടിയിട്ടില്ല. ഫാത്തിമക്കാണോ? ഫാത്തിമ ബുക്ക് അക്ഷരദീപം ഇല്ല നിങ്ങൾക്ക്? അക്ഷരദീപം ആരും ഒരാള് പറഞ്ഞേ. ഇംഗ്ലീഷ് കോപ്പി മാത്രം. ഓക്കെ, ആരും ഒരാൾ പറഞ്ഞു. എന്താണ് ഫാത്തിമക്ക് പറയാനുള്ളത്? ആ, ഫാത്തിമക്കൊന്നുമില്ല. അക്ഷരദീപമില്ല, ഇംഗ്ലീഷ് കോപ്പി മാത്രമേ ഉള്ളൂ. ഈ കോപ്പി ഇംഗ്ലീഷേ ഉള്ളൂ?
ഓക്കെ, നിങ്ങൾക്ക് 5ാം ക്ലാസ്സിന് ഓക്കെ നിങ്ങൾക്ക് ഈ ഒറ്റേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് 2 ലൈൻ ബുക്ക് കിട്ടിയിട്ടുണ്ടോ? യെസ്, ആ 2 ലൈൻ ബുക്കിലാണ് നിങ്ങൾ കോപ്പി ചെയ്തേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് അക്ഷരദീപത്തിന്റെ കഴ്സീവ് റൈറ്റിംഗ് ഇംഗ്ലീഷേ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, 5ാം ക്ലാസ്സിന് ഓൾറെഡി അതേ ഉള്ളൂ, 4 വരെ ഉള്ളൂ. അപ്പൊ 2 ലൈൻ ബുക്ക് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് നോട്ട് ബുക്ക് കിട്ടിയതിൽ ഒരു 2 ലൈൻ ബുക്ക് ഉണ്ടാവും, 2 ഉണ്ടാവും. ഒന്ന് ഹിന്ദിക്കും ഒന്ന് അല്ലെ ഹിന്ദിക്കും ഉണ്ടാവും, ഒന്ന് ഹിന്ദിക്കും ഒന്ന് മലയാളത്തിലുമാണ്. പിന്നെ ഒരു 4 ലൈൻ ഉണ്ട്. 4 ലൈൻ ഉണ്ടാവില്ല നിങ്ങൾക്ക്, 5ാം ക്ലാസ്സിന് ഓൾറെഡി കഴ്സീവ് റൈറ്റിംഗിന്റെ ഉണ്ട് ബുക്ക്. അതുകൊണ്ട് അപ്പൊ ആ 2 ലൈൻ ബുക്കിൽ ഒന്ന് എടുത്തിട്ട് നിങ്ങള് സ്വരാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞ് എഴുതിയോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, അത് എഴുതി. അപ്പൊ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതിയോ? അല്ല സ്വരാക്ഷരങ്ങൾ ഓൺലി സ്വരാക്ഷരങ്ങൾ മാത്രമാണ് എഴുതിയത്? എവിടെ എങ്ങനെ എഴുതിയ അമ്മയ? രണ്ടും കൂടിയാണോ എഴുതിയത്? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് അല്ലേ? ആ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കൃത്യം ഓർമ്മിക്കുന്നില്ല ഇപ്പൊ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇന്നെന്നാ നിങ്ങൾക്ക് എന്താ വർക്ക് അറിയോ? ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു സിംഗിൾ ലൈൻ നോട്ട്ബുക്ക് ഉണ്ടാവും. ഒരു സിംഗിൾ ലൈൻ കുറെ നോട്ട് ഉണ്ട്, അതിലൊന്ന് മലയാളത്തിനാണ്. അപ്പൊ ആ മലയാളം ബുക്കില് നിങ്ങൾ ഫസ്റ്റ് എന്റെ ഭാഷ എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? ഈ അർത്ഥം കണ്ടു, ഇവിടെ പദങ്ങളുടെ അർത്ഥം പഠിക്കാന്നുള്ളത് അങ്ങനെയൊന്നും എഴുതണ്ട, അർത്ഥം എഴുതുക എന്ന് എഴുതുക, അല്ലെങ്കിൽ അർത്ഥം എന്ന് എഴുതുക ഹെഡിങ്. എന്നിട്ട് എന്ത് എഴുതുക? ഈ അർത്ഥം പര്യായ പദം, അതിന്റെ താഴെ പര്യായ പദം ഉണ്ട്, അത് രണ്ടും കൂടി എഴുതണം കേട്ടോ നോട്ടിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കുറച്ച് കുട്ടികളുണ്ട് വായിപ്പിക്കാൻ. അപ്പൊ അവരെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ചെയ്യാം, ക്ലാസ്സിൽ വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് എന്താണ്? അർത്ഥം, പര്യായ പദം, നാനാർത്ഥമുള്ള ഒറ്റൊന്ന്, ചിത്തം, ബോധം, ജ്ഞാനം, മനസ്സ്. ആ 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് ഇത് നോക്കിയിട്ട് കേട്ടോ. പേജ് നമ്പർ ക്രിസ്റ്റി കണ്ടു മോനെ. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതിക്കോ താഴെ കേട്ടോ. അപ്പൊ പേജ് നമ്പർ ഇതിലുണ്ട്, അർത്ഥവും പര്യായ പദവും നാനാർത്ഥവും. അത് നിങ്ങൾ നോട്ടിലേക്ക് വൃത്തിയിൽ പകർത്തിയെടുക്കണം. ഓക്കെ അല്ലേ? എന്താണ് ഇനി ഡൗട്ട് ഫാത്തിമക്ക്? ക്ലാസ് കഴിയാറായി, 1 മിനിറ്റേ ഉള്ളൂ. മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലാ? അല്ല, നിങ്ങൾ എഴുതണം, എഴുതിയിട്ട് പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, നോട്ടിലാണ് എഴുതേണ്ടത്, 2 ലൈൻ ബുക്കിലല്ല, സിംഗിൾ ലൈനിൽ.